കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയൊരു ചർച്ചയുണ്ട്. അതായത് മല്ലിക സുകുമാരൻ പൃഥ്വിരാജിനെ പണ്ട് ഒതുക്കിയ നടന്മാരിൽ ദിലീപിൻ്റെ ഒരു പേര് എടുത്തു പറഞ്ഞ ഒരു കാര്യം. അത് കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ദിലീപും പൃഥ്വിരാജും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ ദിലീപ് ഒതുക്കാൻ നോക്കുന്നു എന്നൊക്കെ ചർച്ചകളൊക്കെ ശരിക്കും ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചർച്ചയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇൻ്റർവ്യൂസിൽ മല്ലിക അത് ദിലീപിൻ്റെ പേരെടുത്ത് പറഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പം പല പോസ്റ്റുകളൊക്കെ ഷെയർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും പൃഥ്വിരാജിൻ്റെ ആദ്യ സിനിമ മുതൽ നമുക്ക് ആ ഒരു കാലഘട്ടം മുതൽ തന്നെ പറയേണ്ടി വരും. കാരണം പൃഥ്വിരാജ് നമുക്കറിയാം 2001 ആ ഒരു വർഷമാണ് നന്ദനം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക്, അന്ന് ശരിക്കും ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് 19 ആയിട്ടുള്ളൂ പൃഥ്വിരാജിന്. നന്ദനത്തിലേക്ക് രഞ്ജിത്ത്, അതിൻ്റെ പ്രൊഡ്യൂസർ സിദ്ദിഖ്, നടൻ സിദ്ദിഖ് പ്രൊഡ്യൂസർ, സിദ്ദിഖും രഞ്ജിത്തും കൂടിയൊക്കെ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവർ പുതുമുഖ നായകനെ തേടുന്നു എന്ന് പറഞ്ഞ് അവരതിലേക്ക് പൃഥ്വിരാജിനെ കൊണ്ടുവരുന്നു. 2001 ഡിസംബറിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത്. 2002 വിഷുവിന് റിലീസ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ പല കാരണങ്ങളോട് നീണ്ടു പോയിട്ട് പിന്നീട് നന്ദനം റിലീസായത് 2002 ഡിസംബറിലാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് മുമ്പ് തന്നെ, അതായത് ആദ്യ സിനിമ റിലീസിന് മുമ്പ് തന്നെ പൃഥ്വിരാജിന് അന്ന് 7ഓളം സിനിമകളുടെ ഓഫർ ലഭിച്ചു എന്നാണ് അന്നത്തെ ഒരു വനിതാ മാഗസീനിൽ പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. നന്ദനം ഇറങ്ങി നിൽക്കുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് പൃഥ്വിരാജും ജയസൂര്യയും ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ആദ്യ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് 7ഓളം സിനിമകൾ കിട്ടി. അപ്പോൾ എനിക്ക് ഒരിക്കലും ഓസ്ട്രേലിയയിലേക്ക്, അത് പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് സെമിസ്റ്റർ ലീവിനാണ് വന്നത്, എനിക്ക് ഒരിക്കലും ഓസ്ട്രേലിയ പിന്നെ തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല, കാരണം എനിക്ക് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ ദിലീപ് ശരിക്കും ഒരു പീക്കിൽ നിൽക്കുകയാണ്. കാരണം പൃഥ്വിരാജിൻ്റെ സിനിമ ആദ്യം റിലീസാവുന്നത് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ എന്ന സിനിമയാണ്. അത് പൃഥ്വിരാജ് രണ്ടാമത് അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ഇറങ്ങുമ്പോഴേക്കും ദിലീപിൻ്റെ മീശമാധവനൊക്കെ ഇറങ്ങി ദിലീപ് അന്ന് ഭയങ്കര സ്റ്റാറായിട്ട് നിൽക്കുകയാണ്. അന്ന് ശരിക്കും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബനൊക്കെ അന്ന് കുറച്ച് ക്ഷീണത്തിലാണ്. വേറെ ആ ഒരു ദിലീപിനോട് സമപ്രായത്തിലുള്ള ആളുകളൊന്നും അങ്ങനെ അധികം താരങ്ങളില്ല. ഒരു ബിജു മേനൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഒരു ഈക്വലി. പക്ഷേ ബിജു മേനും പിന്നീട് നായകനായിട്ടൊന്നും അധികം അവസരങ്ങൾ കിട്ടാതെ കൂടുതൽ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ദിലീപിന് അന്ന് ഈ പറഞ്ഞ പോലെ ജയറാമിൻ്റെയൊക്കെ മുകളിൽ കയറി, അല്ലെങ്കിൽ ജയറാമിനെക്കാട്ടും താരമൂല്യമൊക്കെ കിട്ടുന്ന ആ ഒരു അയൽപ്പക്കത്തെ പയ്യുന്നൊരു ഇമേജൊക്കെ നേടിയെടുത്ത് മുന്നേറുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജും കയറി വരുന്നത്. അപ്പോൾ എല്ലാവരും അന്ന് തന്നെ അന്ന് സോഷ്യൽ മീഡിയയില്ല, ഈ പറഞ്ഞ പോലെ മാഗസീൻസിലൊക്കെ ഇൻഡയറക്റ്റ്ലിയൊക്കെ പല ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പൃഥ്വിരാജിൻ്റെ സിനിമകളെ കൂവിത്തോൽപ്പിക്കുക, നമ്മൾ ഈ കൂവിത്തോൽപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു താരത്തിൻ്റെ സിനിമയ്ക്ക് എതിർ താരം, അതായത് വേറെ ഫാൻസുകാർ വന്ന് കൂവുക എന്നൊക്കെ പറയുന്ന പ്രവണതയൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടു തുടങ്ങിയത്. അപ്പോൾ അത് പൃഥ്വിരാജിൻ്റെ സിനിമകൾക്ക് ദിലീപ് ആളെ വിട്ട് കൂവിക്കുന്നു, ദിലീപിൻ്റെ ഫാൻസ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഗോസിപ്പുകൾ അന്നുണ്ടായിരുന്നത്. അതിൽ വെള്ളിത്തിര എന്ന് പറയുന്ന ഒരു സിനിമ, അതായത് പൃഥ്വിരാജിന് നന്ദനൊക്കെ ഇറങ്ങിയ ശേഷം 2003 മെയ് കാലഘട്ടത്തിൽ, ഏപ്രിൽ മെയ് ആ ഒരു സമ്മർ വെക്കേഷനിൽ ഇറങ്ങിയ ഒരു വെള്ളിത്തിര ഭയങ്കര ഹൈപ്പിൽ വന്നൊരു സിനിമയാണ്. അതെനിക്ക് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ ഏറ്റവും ഇനീഷ്യൽ പുള്ളി കിട്ടിയ ഒരു സിനിമയാണ്. പക്ഷേ അത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ആയില്ല, സിനിമ ശരിക്കും തിയേറ്ററിൽ വിജയമല്ലായിരുന്നു. ആ സിനിമ മുതൽ കേൾക്കുന്നതാണ് പൃഥ്വിരാജിൻ്റെ സിനിമകളെ കൂവി തോപ്പിക്കാനുള്ളൊരു പ്രവണത. അപ്പോൾ ഇത് അന്ന് മുതൽ കേൾക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടേതായ വഴിയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് പൃഥ്വിരാജ് എന്നും ഒരു ഒറ്റയാൻ ഒരു കളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് അന്നും ഈ 2004 ഒരു സിനിമ സമരം വന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ മല്ലിക പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. അതായത് 2004 അന്ന് സിനിമ നടന്മാർ അവരെല്ലാവരും അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത്, ഇനി മുതൽ അഗ്രിമെൻറ്റ് വേണം സിനിമയിൽ എന്ന് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞപ്പോൾ സിനിമാ നടന്മാരാർക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞ് അവരിനി ഞങ്ങൾ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് അവരെല്ലാ സംഘടന, അതായത് അമ്മ സംഘടന, ഇനി ഞങ്ങൾ അഭിനയിക്കുന്നില്ല തൽക്കാലം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി അന്നൊരു വിദേശ ട്രിപ്പ് പോയി. ആ ഒരു വിദേശ ട്രിപ്പ് പോയിക്കുമ്പോൾ ഇവരുടെ ഈ സിനിമാ നടന്മാരുടെ ഈ ഒരു സമരം പൊളിക്കാനായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങ് സിനിമ ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞ് അന്ന് അവർ വിനയനെയും കമലിനെയും അപ്രോച്ച് ചെയ്ത് ഇവർ രണ്ടുപേരോടും പറഞ്ഞു സിനിമ ചെയ്യണം, ഈ താരങ്ങളുടെ അഹങ്കാരം കുറയ്ക്കണം എന്ന് അന്നത്തെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു. അങ്ങനെ വിനയൻ പ്ലാൻ ചെയ്ത സിനിമയാണ് സത്യം, കമൽ പ്ലാൻ ചെയ്ത സിനിമയാണ് മഞ്ഞുപോലെ പെൺകുട്ടി. അന്ന് സത്യം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജിനെ അന്ന് വിനയൻ പോയിട്ട് സംസാരിക്കുന്നു. പൃഥ്വിരാജ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഒരു സിനിമയ്ക്ക് നടന്മാർ അഭിനയിച്ച് തുടങ്ങുന്നത് ഈ പറയുന്ന സിനിമകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ പൃഥ്വിരാജ് ഉണ്ട്, തിലകനുണ്ട്, ബാബുരാജ് ഉണ്ട്, ലാലു ലക്സ്, സുരേഷ് കൃഷ്ണ. ഈ ലാലു ലക്സും സുരേഷ് കൃഷ്ണയൊക്കെ മഞ്ഞുപോലെ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇവർ ഈ നടന്മാർ അഭിനയിക്കാതിരുന്ന, സംഘടനയിലെ ഭൂരിപക്ഷം പേരും അഭിനയിക്കാതിരുന്ന ആ ഒരു സമയത്ത് അഭിനയിച്ചവരാണ് ഇവർ. ഇതിൻ്റെ പേരിൽ ഇവർക്കൊക്കെ അന്ന് അമ്മ സംഘടന വിലക്കേർപ്പെടുത്തി, എന്നിട്ട് മാപ്പ് വേണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് ഈ ലാലു ലക്സും സുരേഷ് കൃഷ്ണയും ബാബുരാജൊക്കെ അന്ന് ആദ്യം മാപ്പൊക്കെ പറഞ്ഞു. വലിയ പ്രശ്നങ്ങൾ അവർക്ക് പിന്നീട് വന്നില്ല.
പൃഥ്വിരാജ് അന്ന് ആദ്യം ഒരു ഖേദം പ്രകടിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു ഖേദം പറഞ്ഞാൽ പോരെ മാപ്പ് എന്ന് പറയണം. അപ്പോൾ പൃഥ്വിരാജ് അന്ന് ഇംഗ്ലീഷിലൊന്ന് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ സോറി പറഞ്ഞ പോലെ മാപ്പ് എന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞ് അന്ന് പിന്നെ മമ്മൂട്ടിയൊക്കെ ഇടപെട്ട് ഒന്ന് മാപ്പ് പറഞ്ഞ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞ് മമ്മൂട്ടിയാണ് മുൻകൈ എടുത്ത് ആ ഒരു അന്ന് പൃഥ്വിരാജിനോടുള്ള ഒരു വിലക്കൊക്കെ മാറ്റാൻ കാരണക്കാരൻ. അത് മമ്മൂട്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് മല്ലിക തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പക്ഷേ ഈ പൃഥ്വിരാജിനെതിരെ മുദ്രാവാക്യം വിളിച്ച് അതിലൂടെ നടന്നു പോയ 3 പേര്, അത് ദിലീപും സിദ്ദിഖും പിന്നെ ഗണേഷ് കുമാറും ആയിരുന്നു എന്ന് മല്ലിക ഈ അടുത്ത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ശരിക്കും പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനെ കുറച്ച് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവർ തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് പൃഥ്വിരാജിന് നഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് പ്രിയനന്ദൻ്റെ ഒരു സിനിമ, അത് മന്ദാരപ്പൂവല്ലേ എന്ന് പറഞ്ഞൊരു സിനിമ. അത് ഷൂട്ട് തുടങ്ങി 8 ദിവസത്തോളം അഭിനയിച്ചപ്പോൾ പൃഥ്വിരാജ് അഭിനയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു 10-15 നടന്മാർ പിന്മാറി. അങ്ങനെ ആ സിനിമ നിന്നു പോവുകയാണ് ചെയ്തത്. പിന്നെ അമൃതം എന്ന് പറയുന്നൊരു സിനിമ സിബി മലയിലെ, അതിൽ ജയറാമിൻ്റെ അനിയനായിട്ട് പൃഥ്വിരാജിനെ റോള് വരെ ഓക്കെ പറഞ്ഞ ശേഷം പിന്നീട് പൃഥ്വിരാജിനെ മാറ്റിയിട്ടാണ് അന്ന് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ നായകനിരയിലേക്ക് അന്ന് ഒരു പ്രതീക്ഷയോടുകൂടി കടന്നു വന്നിരുന്ന അരുൺ എന്ന് പറഞ്ഞ നടനെ അതിൽ അഭിനയിപ്പിച്ചത്. സിബി മലയിൽ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല, നിർമ്മാതാക്കൾ പൃഥ്വിരാജിനോട് സംസാരിച്ചപ്പോൾ റെമ്യൂണറേഷൻ്റെ പേരിൽ എന്തോ പ്രശ്നമുണ്ടായി, അതുകൊണ്ട് പൃഥ്വിരാജിനെ മാറ്റിയെന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞത്. പക്ഷേ എനിക്കതിനെക്കുറിച്ചൊരു പിടിയില്ല, ഞാനല്ല പൃഥ്വിരാജിനെ മാറ്റിയതെന്നാണ് സിബി മലയിൽ പറഞ്ഞത്. പക്ഷേ സിബി മലയിൽ പൃഥ്വിരാജിനെ മാറ്റി, അല്ലെങ്കിൽ സിബി മലയിലും കൂടി അറിവോടുകൂടിയാണ് പൃഥ്വിരാജിനെ മാറ്റിയെന്ന് പൃഥ്വിരാജ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് പൃഥ്വിരാജ് പിന്നീട് ഞാനുമായി അത്ര രസത്തിലല്ല, എനിക്ക് ഡേറ്റ് തന്നിട്ടില്ല എന്നൊക്കെ സിബി മലയിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ സിബി മലയിൽ തന്നെയാണ് പൃഥ്വിരാജിന് സെല്ലുലോയിഡ് അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമകൾക്ക് വേണ്ടി മികച്ച നടനുള്ള 2013 പ്രഖ്യാപിച്ച അവാർഡിന് അന്നത്തെ ജൂറിയിൽ ഉണ്ടായിരുന്ന ആളും സിബി മലയിൽ തന്നെയായിരുന്നു. അപ്പോൾ സിബി മലയിൽ പറഞ്ഞാൽ എനിക്ക് പൃഥ്വിരാജിനോട് ഒരു പ്രശ്നമില്ല, പൃഥ്വിക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇത്രയും സിനിമകളൊക്കെയാണ് അന്ന് പൃഥ്വിരാജിന് കുറച്ച് എന്താ പറയുക, പൃഥ്വിരാജിന് സിനിമകളില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൃഥ്വിരാജിനെ അന്ന് വിനയൻ തിരിച്ചു കൊണ്ടുവരുന്നത്. അത് ഈ പറഞ്ഞ പോലെ വിനയനും ഈ പറഞ്ഞ പോലെ മല്ലികയൊക്കെ ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്. കാരണം അന്ന് പൃഥ്വിരാജാണ് അഭിനയിക്കുന്നതെങ്കിൽ ആരും അഭിനയിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജല്ല നായകൻ, ഈ ഗിന്നസ് പക്രു, നമ്മുടെ അന്നത്തെ എന്താ പറയുക അന്ന് ഉണ്ടപ്പക്രു എന്നൊക്കെ വിളിക്കുന്ന അജയൻ പക്രുവാണ് നായകൻ എന്നും പറഞ്ഞ് ജഗദീഷിൻ്റെയും ജഗതിയുടെയും ഒക്കെ ഇവരുടെ അടുത്തൊക്കെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ച് മേടിച്ച ശേഷമാണ് പൃഥ്വിരാജാണെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇവർക്ക് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതോടുകൂടി ഈ പൃഥ്വിരാജിൻ്റെ വിലക്കൊക്കെ മാറി. പിന്നെ പൃഥ്വിരാജ് നമുക്കറിയാം ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. അത് കഴിഞ്ഞ് 2006 എന്ന് പറയുന്ന ഒരു വർഷം ശരിക്കും പൃഥ്വിരാജിന് വാസ്തവം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ്. അന്ന് 24-25 വയസ്സേ പൃഥ്വിരാജിനുള്ളൂ. അന്ന് അപ്പുറത്ത് പളുങ്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് മമ്മൂട്ടിയും, കീർത്തിചക്ര എന്ന് പറയുന്ന സിനിമയ്ക്ക്, വടക്കനാഥൻ എന്ന സിനിമയ്ക്കൊക്കെ മോഹൻലാലും അവാർഡിൽ ഫൈനൽ റൗണ്ടിൽ ഉണ്ടെങ്കിലും പൃഥ്വിരാജിന് അവാർഡ് കിട്ടി. അതും അന്ന് ഒരുപാട് വിമർശനങ്ങൾ പ്രത്യേകിച്ച് ജഗതി ശ്രീകുമാറൊക്കെ ഇൻഡയറക്ട്ലി പറഞ്ഞു. അതായത് ഈ നടന് പയ്യൻ ആയിട്ട് ഇപ്പം എന്താ പറയുക വലുതായിട്ടില്ല, ഇപ്പം തന്നെ അവാർഡ് കിട്ടാൻ ആയോ എന്നൊക്കെ പറയും. അങ്ങനെ കുറേ വിമർശനങ്ങളൊക്കെ അന്ന് ജഗതി ഓപ്പണായിട്ട് പറഞ്ഞു. വേറെ പലരും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന പോലെ അന്ന് വിനയൻ സംഘടനയിൽ അന്ന് മുതലേ വിനയൻ സംഘടനാപരമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഒരാളും, ഇപ്പോൾ ദിലീപിനും വിനയനുമായിട്ട് ചെറിയൊരു പ്രശ്നങ്ങൾ അന്നുള്ളതുകൊണ്ട് വിനയൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരാളെന്ന രീതിയിലൊക്കെ പൃഥ്വിരാജിൻ്റെ അന്ന് കുറച്ച് പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെ വിമർശനങ്ങളും ഈ പറഞ്ഞ പോലെ വിമർശനങ്ങളല്ല ശരിക്കും വിലക്കുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ പൃഥ്വിരാജ് അങ്ങോട്ട് കയറി വന്നു. പിന്നെ 2009 ആയപ്പോൾ പുതിയ മുഖം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പൃഥ്വിരാജ് ഒരു ടോപ്പ് ഹീറോ ആയിട്ട് തന്നെ വളർന്നു. അപ്പുറത്ത് ദിലീപും ഉണ്ട്, പൃഥ്വിരാജുണ്ട്. അപ്പോൾ ഇൻഡയറക്ട്ലി ഒരിക്കലും ദിലീപിൻ്റെ അടുത്ത് ഒരിക്കലും ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കൂവി തോപ്പിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് ആ കൂവി തോപ്പിക്കാൻ ആളെ വിടുന്ന പൈസ അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ ആ ആൾക്കാരെ എൻ്റെ സിനിമയ്ക്ക് കയറ്റി എൻ്റെ സിനിമ ഹോൾഡ് ഓവർ ആവാതെ എനിക്ക് കൊണ്ടുപോയാൽ പോരെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദിലീപ് പറഞ്ഞു ഞാൻ പൃഥ്വിരാജിനെ പോലെ ഒരു മസൽമാനാവാനൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റേതായ വഴിയിലൂടെ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല 2020 എന്ന് പറയുന്ന ഒരേ ഒരു സിനിമയിൽ മാത്രമേ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് ദിലീപ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. കാരണം അതിൻ്റെ പ്രൊഡ്യൂസർ ദിലീപാണ്, പൃഥ്വിരാജ് അതിലൊരു പാട്ട് സീൻ. പക്ഷേ അത് പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ഈ പറഞ്ഞ ലിന്ദറിത്തും മണിക്കൂട്ടനും എല്ലാവരും കൂടിയുള്ള ഒരു പാട്ട് സീൻ മാത്രമാണ്. പക്ഷേ അതിനുശേഷം ഇവർ തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അതിനുശേഷം 2010 ആയ ശേഷം ഈ പറഞ്ഞ മലർവാടി എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരുപാട് പുതിയ താരങ്ങളെ കൊണ്ടുവന്ന ആളാണ് ദിലീപ്. അപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടുതൽ പറയുന്നതും ദിലീപ് തന്നെ ഒരിക്കലും ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. മലർവാടിയിലൂടെയാണ് വിനീത് ശ്രീനിവാസൻ സംവിധായകൻ, അതും നിവിൻ പോളി, അജു വർഗീസ് എന്ന് പറഞ്ഞ കുറേ നടന്മാരെ ഞാൻ കൊണ്ടുവന്നു. ഇതേ ടീമിനെ തന്നെ വെച്ചിട്ട് മെട്രോ എന്ന് പറയുന്ന ഒരു സിനിമ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതിൽ ഭഗത് മാനുവലും ഈ പറഞ്ഞ നിവിൻ പോളി അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് പ്രണവ് മോഹൻലാൽ ജിത്തു ജോസഫിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട സമയത്ത് ഈ പറഞ്ഞ പോലെ ദിലീപ് അഭിനയിച്ചൊരു സിനിമയിൽ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് ദിലീപ് തന്നെ പ്രണവിനോട് പറഞ്ഞിട്ടുള്ളതാണ് നീ നായകനായിട്ട് വാ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിലീപ് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്.
സുരേഷ് ഗോപി സിനിമയില്ലാതിരുന്നിരുന്ന സമയത്ത് സുരേഷ് ഗോപി വിളിച്ചിട്ട് ദിലീപ് പറഞ്ഞതാണ്, സുരേഷേട്ടൻ വീണ്ടും തിരിച്ചു വരണം, ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ദിലീപിനെ കുറിച്ച് ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിഷാന്ത് സാഗറിനെ പോലത്തുള്ള ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ റിയാസ് ഖാൻ, കുറേ ആർട്ടിസ്റ്റുകൾ, അജു വർഗീസ് തന്നെ പലപ്പോഴും പറയാറുണ്ട് പല സിനിമയും വരുമ്പോൾ ദിലീപ് വിളിച്ചിട്ട് അതിൽ അഭിനയിപ്പിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ പൃഥ്വിരാജിനെ ഒതുക്കി എന്നുള്ളതിനെ കുറിച്ചുള്ളത് മാത്രം എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഈ എന്നും നിന്റെ മൊയ്തി എന്ന് പറയുന്ന ഒരു സിനിമയുടെ സമയത്ത് ആ സിനിമ റിലീസായ ശേഷം ആ കാഞ്ചനമാല, റിയൽ ലൈഫിലെ കാഞ്ചനമാലയും ഇവരുമായി പ്രൊഡക്ഷനായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനൊക്കെ അത്ര രസത്തിലല്ലായിരുന്നു. അന്ന് ഈ സിനിമയുമായി ബന്ധമില്ലാത്ത ദിലീപ് ചെന്ന് ആ ഒരു മൊയ്തീൻ അവർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു അവരുടെ എന്തോ ഒരു സ്മാരകമോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് പൈസ 5 ലക്ഷം 10 ലക്ഷം എന്തോ ദിലീപ് കൊടുക്കുകയാണ് ചെയ്തത്. അത് ഈ പറയുന്ന പൃഥ്വിരാജ് ഒന്നും അല്ല അതൊന്ന് കൊടുത്തിട്ടുള്ളത്. പൃഥ്വിരാജും അതിൻ്റെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഡയറക്ടറും ഒന്നുമല്ല. അപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ മല്ലികയോട് ഈ അടുത്ത് ഇൻ്റർവ്യൂവിൽ ചോദിച്ചത്. പ്രത്യേകിച്ച് ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനായി നിൽക്കുന്ന സമയത്ത് അപ്പോൾ മല്ലിക അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റുകളാണ്. അതായത് 2 വർഷം മുമ്പ് വരെ ഒരിക്കലും മല്ലിക ദിലീപിൻ്റെ പേര് അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് 2 വർഷം മുമ്പുള്ള ഉണ്ടായിരുന്ന 1-2 ഇൻ്റർവ്യൂവിൽ ഞാനും കൂടി കേട്ടൊരു ഇൻ്റർവ്യൂവിൽ മല്ലിക പറഞ്ഞിട്ടുള്ളത് പൃഥ്വിരാജിനെ അന്ന് എതിരെ മുദ്രാവാക്യമൊക്കെ വിളിച്ച കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പേര് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആങ്കർ പറഞ്ഞു അതിൽ ഒരാൾ ഗണേഷ് അല്ലേ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞപ്പോൾ മല്ലിക പറഞ്ഞു അതെ ഒന്ന് ഗണേഷുണ്ട്. പക്ഷേ ഗണേഷിനൊക്കെ പിന്നീട് അത് മനസ്സിലായിട്ടുണ്ട് ചെയ്ത് തെറ്റാന്നുള്ളത്, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ഒരു കാര്യവുമില്ലാതെ ദിലീപിൻ്റെ പേര് വലിച്ചഴിക്കുന്നുണ്ട്. ദിലീപ് പൃഥ്വിക്കെതിരെ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തെളിവില്ല. രഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ് മല്ലിക പറഞ്ഞത്. ആ മല്ലികയാണ് ഇപ്പോൾ പറഞ്ഞത് അന്ന് പൃഥ്വിരാജ് അനന്തഭദ്രം സിനിമ മുതൽ പൃഥ്വിരാജിനെ ഓരോ സിനിമയിൽ നിന്നും ഒഴിവാക്കണം, പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുതെന്ന് ദിലീപ് പറഞ്ഞുവെന്ന് പലരും മല്ലികയോട് പറഞ്ഞു. പക്ഷേ മല്ലിക ഒരിക്കലും അത് ദിലീപിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പിന്നെ റോമിയോ എന്ന് പറയുന്ന സിനിമയിൽ ദിലീപും മല്ലിക ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് നല്ല പെരുമാറ്റമായിരുന്നു, അപ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ല. അതിനുശേഷം പലരും എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ ഇപ്പോഴാണ് എടുത്ത് പറയുന്നത് അന്ന് മുദ്രാവാക്യം വിളിച്ചതിൽ ദിലീപൊക്കെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ. അപ്പോൾ പല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പോകുന്നതും ഈ പറഞ്ഞ പോലെ ദിലീപിനെ എതിർക്കുന്നവരും ദിലീപ് വിരോധികൾ എന്നൊക്കെ പറയും, അവരാണത് കൂടുതൽ ഷെയർ ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ അടിയിൽ തന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരു നിഷ്പക്ഷമായിട്ടുള്ള കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അവർ പറയുന്നത് ഇവർ തമ്മിലൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ. കാരണം നമുക്കറിയാം അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന നാദർഷയുടെ സിനിമ, ആ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചും കാര്യങ്ങളൊക്കെ ദിലീപാണ് വന്നത്. അന്ന് ദിലീപും പൃഥ്വിരാജ് ഭയങ്കര സൗഹൃദപരമായിട്ട് സംസാരിക്കുന്ന പോസ്റ്റേഴ്സും അതിൻ്റെ അല്ലെങ്കിൽ സ്റ്റിൽസും അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലോഞ്ചിൻ്റെ സമയത്ത് അന്ന് ഇവരെല്ലാവരും ഉണ്ട്, മമ്മൂട്ടി, മോഹൻലാലും, പൃഥ്വിരാജും ദിലീപൊക്കെ ഉള്ളപ്പോൾ ദിലീപ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പൃഥ്വിരാജ് എഴുന്നേറ്റ് നിൽക്കുന്നതും ദിലീപ് അവിടെ ഇരിക്കാൻ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവരെ വലിയൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ പറയുന്നത് ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്ന് ദിലീപിനെ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ ഇനീഷ്യേറ്റീവ് എടുത്ത ഒരാൾ പൃഥ്വിരാജാണ് എന്ന ഒരു ചർച്ചയുണ്ട്. കാരണം അന്ന് മമ്മൂട്ടിയുടെ വീട്ടിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞ ഒരു വാചകമുണ്ട്, എൻ്റെ നിലപാട് എന്താണ് ഞാൻ അകത്ത് പോയിട്ട് പറയും, അത് അവരെൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ഒപ്പം നിൽക്കും, അവരത് എതിർക്കുകയാണെങ്കിൽ ഞാൻ പുറത്ത് വന്നിട്ട് എൻ്റെ നിലപാട് പറയുമെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ ഒപ്പമാണ് പൃഥ്വിരാജ് നിന്നത്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ നിലപാട് ദിലീപിനെ പുറത്താക്കണം എന്ന് തന്നെയായിരുന്നു എന്നായിരുന്നു പിന്നീട് ചർച്ച. ഇത് ഈ അടുത്ത് ബബ്ബ എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമയിൽ ഒരു ധ്യാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതേപോലെ എനിക്കൊരു നിലപാടുണ്ട്, അത് ഞാൻ അകത്ത് പോയിട്ട് പറയും, ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് വന്നിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത് പൃഥ്വിക്കെതിരെ ഇത് പൃഥ്വിക്കെതിരെ അല്ലേ, ഇതൊരു മോശം പ്രവണതയില്ല, ഇതെന്തിന് പറയിപ്പിച്ചു എന്ന്. അപ്പോൾ ഞാൻ മല്ലികയുടെ പല ഇൻ്റർവ്യൂസിൽ ഈ പറയുന്ന ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാനത് വായിച്ചു. മല്ലിക പറഞ്ഞതായിട്ട്, അതായത് അത് ധ്യാനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല, അത് നിർമ്മാതാവ് സംവിധായകൻ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അതിനെ മല്ലിക വിമർശിച്ചിട്ടുണ്ട്. പിന്നെ മല്ലിക സുമാരൻ ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എവിടെയും ഞാൻ ദിലീപ് കുറ്റക്കാരനാണ്, ഈ നടിയും ആക്രമിച്ച കേസ് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പൃഥ്വി എവിടെയും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ നിലപാടുകൾ പറയുന്നു എന്നുള്ളതൊക്കെയാണ് മല്ലിക പറയുന്നത്. പക്ഷേ അതിനിടയിൽ കമൻറ്റുള്ളതാണ് എന്തുകൊണ്ടാണ് മല്ലിക ഇപ്പോൾ ഇതിങ്ങനെ പറയുന്നത്, ഇത് പൃഥ്വിരാജ് കുറ്റവിമുക്തനായതുകൊണ്ടാണോ അതോ അതിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു കോൾഡ് വാറാണോ? എന്തായാലും പൃഥ്വിരാജും ദിലീപും ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിനെതിരെ ദിലീപ് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നത് മല്ലിക സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷേ പൃഥ്വിരാജിനെ ഓപ്പണായിട്ട് സിനിമകളിൽ നിന്ന് ദിലീപ് പുറത്താക്കി എന്നുള്ളതും ഒരിക്കലും എവിടെ ഒരു തെളിവില്ല. കാരണം ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ലാൽ ജോസിൻ്റെ ക്ലാസ്മേറ്റ്സും അയാളും ഞാനും തമ്മിൽ മികച്ച കഥാപാത്രം ലാൽ ജോസ് കൊടുത്തു, നാദർഷയുടെ അമർ അക്ബർ അന്തോണിയിൽ പൃഥ്വിരാജ് അഭിനയിച്ചു. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ലാൽ ജോസ്, നാദർഷ.
ആദർശം. ദിലീപ് ഒരു വാക്ക് പറഞ്ഞാൽ ഇവരെ അഭിനയിപ്പിക്കാതിരിക്കും. അതുകൊണ്ട് ദിലീപ് പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുത് എന്ന് ഇവരോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്. പിന്നെ ഈ നടി ആക്രമിച്ച കേസിൽ ആക്രമിക്കപ്പെട്ട നടി വരെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവരെ ദിലീപ് ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് തന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രം ഞാൻ അഭിനയിപ്പിക്കാറുള്ളൂ, എൻ്റെ സിനിമയിൽ എനിക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെ ഞാൻ അഭിനയിപ്പിക്കില്ല, അത് ഞാൻ തന്നെ അല്ല ലോകത്ത് ഏത് നടനും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ എനിക്കിഷ്ടമില്ലാത്തവരെ ഞാൻ മാറ്റി നിർത്തും എൻ്റെ സിനിമകളിൽ നിന്ന്, അവരുടെ സുഹൃത്തുക്കളുടെ സിനിമകൾ അഭിനയിപ്പിക്കട്ടെ. ഇത് തന്നെയാണ് പൊതുജനവും ചോദിക്കുന്നത്. ദിലീപിന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ദിലീപ് മാറ്റി നിർത്തിയവരെ അവരുടെ സുഹൃത്തുക്കൾ അഭിനയിപ്പിക്കട്ടെ. ഇപ്പോൾ ഇതുമായി കണക്റ്റായിട്ട് പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ഈ അവൾക്കൊപ്പം എന്ന് പറയുന്ന എല്ലാവരും ഈ അവൾക്കൊപ്പം എന്ന് പറയുന്ന ആ ഒരു നടി അഭിനയിച്ച കഴിഞ്ഞ കുറച്ച് കാലത്തെ സിനിമകൾ കുറേ സിനിമകൾ പരാജയമായിരുന്നു. അപ്പോൾ അതിനിടയിൽ വന്ന കമൻറ്റുകൾ തന്നെയാണ്. കാരണം ഈ അവൾക്കൊപ്പം എന്ന് പറയുന്നതിൽ ഒരു 10% 20% പേര് ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരുന്നെങ്കിൽ അത് വിജയിക്കുമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ വെറുതെ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് അവൾക്കൊപ്പം എന്ന് ഇടുകയല്ലാതെ അവർ റിയലി അവർക്കൊപ്പമാണെങ്കിൽ അവരുടെ സിനിമകൾ കാണുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ഇതിൽ കമൻറ്റ് ചെയ്യുക.